മെഡിറ്റേഷനെക്കുറിച്ച് ശാസ്ത്രലോകം എന്താണ് നമ്മോട് പറയുന്നത്? മെഡിറ്റേഷനെ അടിസ്ഥാനമാക്കി ശാസ്ത്രീയ പഠനങ്ങൾ നൽകിയ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് ആ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് മെഡിറ്റേഷൻ കൊണ്ടുള്ള നമുക്ക് ആരോഗ്യത്തിൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മെഡിറ്റേഷൻ എന്നത് ബേസിക്കലി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുക എന്ന് പറയുന്നത് വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ ധ്യാനം എന്നൊക്കെ പറയും. സോ ബേസിക്കലി അത് കണ്ടുപിടിച്ചെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഒരു ആത്മീയ വളർച്ചയ്ക്ക്, അതായത് ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടിയാണ് ശരിക്കും മെഡിറ്റേഷൻ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു റൂട്ട് എന്നൊക്കെ പറയുന്നത് യോഗയിലൊക്കെ ഏൻഷ്യൻ്റായിട്ട് നമ്മൾ ഇത് പറയുന്നൊരു കാര്യം യോഗയിൽ പറയുന്നുണ്ട്. ബേസിക്കലി ഒരു സംതിങ് ബിയോണ്ട് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ റെലത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ, ഒരു മനുഷ്യൻ്റെ ഒരു സ്പിരിച്വൽ ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ധ്യാനം ഒക്കെ പണ്ട് തൊട്ടേ ആൾക്കാർ പരിശീലിച്ചിട്ടുണ്ട് ഇരുന്നത് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് കാലം ഒരുപാട് മാറിയതിന് ശേഷം, ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഒരു സ്പിരിച്വൽ ബെനഫിറ്റ്സിന് അപ്പുറത്തേക്ക് മെഡിറ്റേഷൻ എന്നത് ഒരുപാട് നമ്മുടെ ആ ഒരു ഡേ ടു ഡേ ലൈഫിൽ ഒരു സാധാരണക്കാരൻ ചെയ്താലും അതിലൊരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നാണ് നമ്മുടെ പഠനങ്ങളൊക്കെ തെളിയിച്ചിരിക്കുക എന്ന് പറയുന്നത്. സോ നമുക്ക് എന്തൊക്കെയാണെന്നത് നോക്കാം. സോ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ഗ്രേ മാറ്റർ എന്നൊരു സംഭവം ഇൻക്രീസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ് എന്നാണ് പറയുന്നത്. സോ ഈ ഗ്രേ മാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഇമോഷൻസിനെ, മെമ്മറിയെയും ഒക്കെ റെഗുലേറ്റ് ചെയ്യാനൊക്കെ, പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ഗ്രേ മാറ്റർ എന്ന് പറയാമെന്ന് പറയുന്നത്. സോ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയാണ് ഈ ഒരു സ്റ്റഡി മുന്നോട്ട് വെച്ചത്, റിപ്പോർട്ട് മുന്നോട്ട് വെച്ചത്. അതായത് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഗ്രേ മാറ്റർ കൂടും, അതോടൊപ്പം തന്നെ നമ്മുടെ ഫിയർ ആൻഡ് സ്ട്രെസ് എന്ന കാര്യങ്ങളൊക്കെ കുറയുമെന്നാണ് ഇവർ പുറത്തോട്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു 8 വീക്ക് സ്റ്റഡി ഓൺ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ എന്നൊരു പ്രോഗ്രാം കണ്ടെത്തിയപ്പോൾ, ഒരു 8 വീക്ക് നടത്തിയ ഒരു സ്റ്റഡിയിൽ നിന്നാണ് അവർ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടെത്തുക എന്ന് പറയും. നമുക്ക് ഫിയർ ആൻഡ് സ്ട്രെസ്സിനെയൊക്കെ കുറയ്ക്കുന്നു എന്നതും അവരുടെ റിപ്പോർട്ടിൽ പറയുന്നതാണ്. സോ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നൽകിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ ആ ഒരു മെമ്മറി ആൻഡ് ലേണിംഗ് സെൻറ്റേഴ്സ്, ബ്രെയിനിലെ മെമ്മറി ആൻഡ് ലേണിംഗ് സെൻറ്റേഴ്സ് കൂടുതലായിട്ട് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ നമ്മുടെ ഫിയർ ആൻഡ് സ്ട്രെസ് സെൻറ്റേഴ്സിനെയൊക്കെ റെഡ്യൂസ് ചെയ്യും. അതൊക്കെ നമുക്ക് റെഡ്യൂസ്ഡ് ആകും. നമ്മുടെ പേടി, സ്ട്രെസ് അതൊക്കെ റെഡ്യൂസ്ഡ് ആകുമെന്നാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ട റിപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് കുറയും നമ്മൾ ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. പിന്നെ മൈൻഡ്ഫുൾനെസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസൈറ്റി റെഡ്യൂസ് ആകും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇമോഷണൽ റെഗുലേഷനും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കും. കൂടാതെ നിങ്ങൾ മെഡിറ്റേഷൻ ഒരുപാട് നാൾ പ്രാക്ടീസ് ചെയ്യണം. ഡീപ് മെഡിറ്റേറ്റേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലോടൊക്കെ നിങ്ങൾ വഴുതി വീഴാനുള്ള ചാൻസസും റെഡ്യൂസ്ഡ് ആവും. നിങ്ങൾ അതിലോടൊന്നും വിക്ടിം ആകത്തില്ല എന്നാണ് ഒരുപാട് ഡീപ്പ് മെഡിറ്റേറ്റേഴ്സിലുള്ള സ്റ്റഡീസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നെ മെഡിറ്റേഷനിലൂടെ നമ്മുടെ ഫോക്കസും അറ്റൻഷനും ഒക്കെ ഇൻക്രീസ് ചെയ്യും. അതായത് നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വാണ്ടറിങ് ആണല്ലേ, നമുക്കൊന്നിലും ഫോക്കസ് കിട്ടാതെ അറ്റൻഷൻ കിട്ടാതെയൊക്കെ വരുന്ന ഒരു സ്വഭാവമാണ് നോർമലി മൈൻഡ് എന്ന് പറയുന്നത്. പൊതുവേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒക്കെ ബുദ്ധിമുട്ട് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മൈൻഡ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കും. ഒരുപാട് ഫോക്കസും അറ്റൻഷനും നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുവരാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നടത്തിയ സ്റ്റഡീസിൽ നിന്നാണ് ഈ ഒരു സംഭവം കണ്ടെത്തിയ എന്ന് പറയുന്നത്. ആ ഒരു ഫോക്കസിന് അറ്റൻഷനെ ഹെൽപ്പ് ചെയ്യും എന്നത് മെഡിറ്റേഷൻ. കൂടാതെ നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷനിങ്ങും ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ് എന്നാണ് ഈ ഒരു സ്റ്റഡീസ് പുറത്തുവിട്ടതെന്ന് പറയുന്ന ആ ഒരു കാലിഫോർണിയ സ്റ്റഡീസ്. അതായത് കോഗ്നിറ്റീവ് ഫങ്ഷനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു മെൻ്റൽ പ്രോസസ്സ്, ഒരുപാട് നമ്മുടെ ലോജിക്കൽ തിങ്കിങ്, റീസണിങ്, പ്രോബ്ലം സോൾവിങ്, അങ്ങനെ നമ്മൾ മൈൻഡ് ഉപയോഗിച്ച് ചെയ്യേണ്ട പല കാര്യങ്ങളെ ഒന്നും കൂടെ ഹെൽപ്ഫുൾ, ഒന്നും കൂടെ ബെറ്റർ ആക്കും മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ എന്നാണ് ഇവരുടെ റിപ്പോർട്ട് പറയുക എന്ന് പറയുന്നത്. പിന്നെ ഫിസിക്കൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയുവാണെങ്കിൽ, മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ നമുക്ക് ലോവർ ബ്ലഡ് പ്രഷറൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. അതോടൊപ്പം നമ്മുടെ ഇമ്മ്യൂൺ ഫങ്ഷനിങ്ങും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യും. നമ്മൾ കൂടുതൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ ഒരുപാട് ഡെവലപ്പ് ആകും എന്നാണ് സയൻറ്റിഫിക് സ്റ്റഡീസ് പറയുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് വിസ്കോൺസിൻ മാഡിസൺ ആണ് പറയുന്നത്. അതായത് മൈൻഡ്ഫുൾനെസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുമെന്നാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പഠനം പറയുക എന്ന് പറയുന്നത്. പിന്നെ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹാർട്ട് ഡിസീസിലേക്ക് ഒരാൾ വരാനുള്ള റിസ്ക് കുറഞ്ഞു കിട്ടും എന്നാണ്
ആ ഒരു അമേരിക്കൻ അസോസിയേഷൻ പറയാമെന്ന് പറഞ്ഞത്. ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു മന്ത്രയെ ബേസ് ചെയ്ത് മന്ത്ര കണ്ടിന്യൂസ്ലി നമ്മളിങ്ങനെ ചാൻറ്റ് ചെയ്ത് റെഗുലർലി റിപ്പീറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ്സ് ചെയ്യുന്നതാണ് ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി ചാൻറ്റിങ് ടൈപ്പ് ഓഫ് മെഡിറ്റേഷനാണ് ഈ ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ മഹാനായ ഓഷോ അദ്ദേഹം മെഡിറ്റേഷനെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് മെഡിറ്റേഷന് ബേസിക്കലി ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. സോ അദ്ദേഹത്തിൻ്റെ പോയിൻറ്റ്സ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ള മെഡിറ്റേഷൻ ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതും കൂടെ ഞാനിതിൽ വ്യക്തമാക്കുകയാണ്. സോ അദ്ദേഹം പറയുന്നത് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡി, മൈൻഡ് ആൻഡ് ഇമോഷൻസിലേക്ക് നമുക്കൊരു ബാലൻസ് വരും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞത്. അതായത് നമുക്കൊരു ടോട്ടൽ ഹാർമണി, നമ്മുടെ എല്ലാ ഹെൽത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാ റെലംസും ഒരു ടോട്ടൽ ഹാർമണിയിൽ വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് നമുക്കൊരു ടോട്ടൽ വെൽനെസ്, ഒരു ടോട്ടൽ ഹോൾ ബീയിങ് ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു ടോട്ടൽ വെൽനെസ് തരുന്നൊരു സംഭവമാണ് മെഡിറ്റേഷൻ. പിന്നെ അദ്ദേഹം പറയുന്നത് മെഡിറ്റേഷൻ ഹെൽപ്സ് ദ ബോഡി ടു ഹീൽ ഇറ്റ് സെൽഫ്. അതായത് നമ്മുടെ ബോഡിയെ നമ്മൾ സ്വയം ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി റിലാക്സേഷൻ, റെസ്റ്റ്ഫുൾനെസ്, ആ ഒരു റെസ്റ്റായിട്ടിരിക്കുക, പിന്നെ അവെയർനെസ് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെഡിറ്റേഷനിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരുപാട് നേരം റിലാക്സേഷനിലും റെസ്റ്റ്ഫുൾനെസ്സിലൊക്കെ നമ്മൾ മെഡിറ്റേഷനിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ നേരത്തെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു നാച്ചുറലി ഹീൽ ചെയ്യാനുള്ള എനർജി സോഴ്സ്, അല്ലെങ്കിൽ നാച്ചുറലി ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നെ മെഡിറ്റേഷനിലൂടെ നമുക്ക് ഡീപ്പ് സ്ലീപ്പും ഒരു ഇന്നർ റെസ്റ്റും ഒക്കെ കിട്ടും എന്നാണ് പറയുന്നത്. വളരെയധികം നേരത്തെ പറഞ്ഞല്ലോ, ആ റിലാക്സേഷൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആ ഒരു ഡീപ്പ് സ്ലീപ്പൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. പിന്നെ മെഡിറ്റേഷനിലൂടെ നമുക്ക് നമ്മുടെ റിപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസിനെയൊക്കെ നമുക്ക് പുറത്ത് കളയാൻ സാധിക്കും. അതായത് മെഡിറ്റേഷൻ ബേസിക്കലി കഥാർസിസിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. പ്രത്യേകിച്ച് ഓഷോയുടെ ആക്റ്റീവ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മിക്കതും കഥാർസിസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. കഥാർസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ റിപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസിനെ നമുക്ക് പുറത്തേക്ക് തള്ളിക്കളയാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് പ്രോസസ്സാണ് കഥാർട്ടിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഓഷോയുടെ മിക്ക മെഡിറ്റേഷനും കഥാർസിസ് എന്ന പ്രോസസ്സ് ഇൻവോൾവ്ഡ് ആണ്. സോ ആ മെഡിറ്റേഷൻസ് ചെയ്യുന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റിപ്രസ്ഡ് എനർജീസ്, ഇമോഷൻസ് എല്ലാം നമുക്ക് പുറത്ത് കളയാൻ സാധിക്കും. സോ അങ്ങനെ ഒന്നും കൂടെ നമുക്ക് ആ ഒരു ഇമോഷണൽ വെൽബീയിങ്ങും ഇമോഷണൽ റെഗുലേഷനൊക്കെ നമുക്ക് ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഹാർട്ട് ഡിസീസ്, ഹൈ ബ്ലഡ് പ്രഷേഴ്സ്, അൾസേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ഒരു റെസ്റ്റ്ലെസ് മൈൻഡ് ഒരുപാട് ടെൻസ്ഡ് ആകുന്നതിന് മൂലമാണ് ഇങ്ങനെയുള്ള ഡിസീസസ് വരിക എന്ന് പറയുന്നത്. സോ ഓഷോ പറയുന്നത് പറഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ ഈ ഒരു ഹാർട്ട് ഡിസീസും ഹൈ ബ്ലഡ് പ്രഷറിനോടുള്ളൊക്കെ ഉള്ള അതിലേക്ക് നമ്മൾ വരാനുള്ള ചാൻസസ് നമുക്ക് ഒരുപാട് കുറഞ്ഞ് കിട്ടും. അത് കംപ്ലീറ്റ്ലി മാറുമെന്ന് തന്നെയാണ്, ഒരു ഡീപ്പ് മെഡിറ്റേഷനോട്ടൊക്കെ പോയി കഴിയുമ്പോൾ അത് കംപ്ലീറ്റ്ലി മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ എനർജിയൊക്കെ ഒന്നും കൂടെ ബാലൻസ്ഡ് ആകും, അലൈൻ ആകും. അതായത് ബേസിക്കലി മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എനർജീസിനെയൊക്കെ ഒന്ന് സെൻറ്ററിങ് ചെയ്യുക. എന്തെങ്കിലും എനർജി ഇംബാലൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ബാലൻസ്ഡ് ആക്കാൻ മെഡിറ്റേഷൻ ഹെൽപ്ഫുൾ ആണ്. സോ നമ്മുടെ എനർജീസ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിലൂടെ, അലൈൻ ചെയ്യുന്നതിലൂടെ നമുക്കൊരു ടോട്ടൽ വെൽബീയിങ് നമ്മളിൽ വന്നുവിടും. സോ മെഡിറ്റേഷൻ ഈസ് എ മെഡിസിൻ വിത്തൗട്ട് എനി സൈഡ് എഫക്ട്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ ചില ഇംഗ്ലീഷ് മെഡിസിൻസോ വേറെ ടൈപ്പ് മെഡിസിൻസ് എടുക്കുമ്പോൾ ചിലപ്പോൾ സൈഡ് എഫക്ട്സ് ഒക്കെ വരാൻ നമുക്ക് ചാൻസസ് ഉള്ളതായിട്ടുണ്ട്. പക്ഷേ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാധാ എല്ലാ ഡിസീസിനും ട്രീറ്റ് ചെയ്യുക എന്നുള്ളതല്ല. പക്ഷേ സ്റ്റിൽ ചില കാര്യങ്ങൾ, നമുക്ക് ഡീപ്പർ ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഒരുപാട് നമ്മുടെ പല കാര്യങ്ങളെയും നമ്മൾ പോലും അറിയാത്ത ചില അൺനോൺ പ്രോബ്ലംസിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ വെൽബീയിങ് നമുക്ക് നൽകുന്ന ഒരു സംഭവമാണ്. നമുക്ക് ആ ഒരു റിലാക്സേഷൻ സംഭവിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും, ടെൻഷൻ മൂലം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളെയൊക്കെ മാറ്റി നമ്മളെ ഒരു ടോട്ടൽ ഹാർമണിയിൽ എത്തിക്കാൻ മെഡിറ്റേഷൻ വളരെ ഹെൽപ്ഫുള്ളാണ്. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ടോട്ടൽ ഹാർമണിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഞാനും പേഴ്സണലി ഒരു മെഡിറ്റേറ്ററാണ് വർഷങ്ങളായിട്ട്. സോ മെഡിറ്റേഷൻ എന്നിൽ വന്ന ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് തന്നെ അറിയാവുന്നതാണ്. പണ്ടത്തെ എൻ്റെ ലൈഫ് എപ്പോഴും ഒരു ആൻസൈറ്റി, സ്ട്രെസ്സ്, ടെൻഷൻസിൽ നിന്നെല്ലാം മാറി ലൈഫിന് വളരെ റിലാക്സ്ഡ് ആക്കി കൊണ്ട് ഒരുപാട് ഹാപ്പിനെസ്സും ജോയും നൽകി നമ്മളെ ഒരു സിങ്ക്രോണിസിറ്റിയിൽ, ലൈഫിനെ ഒരു സിങ്ക്രോണിസിറ്റിയിൽ നമ്മളെ കൊണ്ടുവരുന്നൊരു സംഭവമായിട്ടാണ് എനിക്ക് മെഡിറ്റേഷൻ ഫീൽ ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ശരിക്കും ഒരു ഹ്യൂമൻ ഗ്രോത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കിനിയും ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രോഗ്രസീവായിട്ട് നമ്മളെ കൊണ്ടുവരിക, നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ നമ്മളെ ഒരുപാട് ഹീൽ ചെയ്യിക്കുക, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിൽ നമ്മളെ വളർത്തുക എന്നൊരു സംഭവമാണ്. ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് കൊണ്ടുവരിക എന്ന സംഭവമാണ് മെഡിറ്റേഷൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ആ രീതിയിൽ ഇറ്റ്സ് പാർട്ട് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത് എന്നാണ്
ഓഷോ പറഞ്ഞിട്ടുള്ളത്, ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.